മദ്യരാജാവും രാജ്യദ്രോഹിയുമായ വിജയ് മല്യ മാർച്ച് 2016 ആണ് രാജ്യം വിട്ടത്. ഏകദേശം 22ഓളം ബാങ്കുകളെ പറ്റിച്ചുകൊണ്ടാണ് ഈ രാജ്യദ്രോഹി രാജ്യം വിട്ടുകളഞ്ഞത്. എന്നാൽ ഈ രാജ്യദ്രോഹിക്ക് കനത്ത രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയതും ഇത് തന്നെയാണ്. അതായത് എത്ര വായ്പയാണോ അദ്ദേഹത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പിടിക്കേണ്ടത് അതിൻ്റെ 10 മടങ്ങ്, ഏകദേശം 800 കോടിയിലധികം 8000 കോടിയിലധികം വായ്പ തിരിച്ചെടുത്തു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അദ്ദേഹം 2016 മാർച്ചിലാണ് അദ്ദേഹം നാടുവിട്ടു പോയത് അല്ലേ. ഇവിടുന്ന് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു പോയത്. BJP ഭരിക്കുന്ന കാലത്താണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത്. പക്ഷേ അദ്ദേഹം ഈ വായ്പയൊക്കെ എടുത്തത് കോൺഗ്രസിൻ്റെ കാലത്താണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭരണസ്വാധീനമൊക്കെ ഉപയോഗിച്ച് ബാങ്കുകളിൽ നിന്ന് വലിയ തുകകൾ വായ്പ എടുത്തു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കുടിശ്ശിക 6203 കോടി രൂപയായിരുന്നു. അതായത് പിഴപ്പലിശ അടക്കം 1200ഓളം കോടി രൂപയായിരുന്നു പിഴയായിട്ട് ചുമത്തിയിരുന്നത്. അതിൽ 6203 കോടി രൂപയാണ് മൊത്തത്തിൽ തിരിച്ചു പിടിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം ഈ കിങ് ഫിഷർ എന്ന് പറയുന്ന കമ്പനി, എയർലൈൻ കമ്പനിയെ വെച്ചിട്ടാണ് ഈ വായ്പ എടുത്തത്. അദ്ദേഹം ജാമ്യക്കാരനായിരുന്നു. അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെതാണ് സ്ഥാപനം. അപ്പോൾ ഈ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ആ കൺസോർഷ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വായ്പ കൊടുത്തത്. പക്ഷെ വായ്പയൊക്കെ എടുത്ത് ബിസിനസ് നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വായ്പ തിരിച്ചടവ് മുടക്കി അവസാനം ഒരു സുപ്രഭാതത്തിൽ നാടുവിട്ടു. പക്ഷേ മോഡി സർക്കാർ വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുറകെ പോയി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം ലണ്ടനിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവിടുത്തെ കോടതിയിലും കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർപോളൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ യാത്രാവിലക്കും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് സ്വതന്ത്രമായി അങ്ങനെ സഞ്ചരിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല. അവിടെ തന്നെ അദ്ദേഹം ചില കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ED അടക്കം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ്. ഇവിടെ വിജയ് മല്യ മാത്രമല്ല, മറ്റു ചിലരും ഉണ്ട്. അവരിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ഇപ്പോൾ വിജയ് മല്യയിൽ നിന്നിപ്പോൾ സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നത് 14,131 കോടി രൂപയാണ്. അതായത് ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ തുക. 6,203 കോടി രൂപ ആണ് പിടിച്ചെടുക്കേണ്ടത്. അതിൻ്റെ ഇരട്ടിയല്ല, ആ ഇരട്ടിയിലും അധികം തുക അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ വിശദമായിട്ടുള്ളത് വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ പലതും ജപ്തിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഈടാക്കാവുന്നതിൻ്റെ പരമാവധി ഈടാക്കി സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കോടതി നടപടികൾക്ക് ശേഷമേ അക്കാര്യത്തിൽ തീർപ്പുണ്ടാവുള്ളൂ. അതായത് 1200 കോടി രൂപ പലിശ ഉൾപ്പെടെ 6203 കോടിയാണ് യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കേണ്ടത്. അതെ, തിരിച്ചടക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ചെടുത്തിരിക്കുന്നത് 14,131 കോടി രൂപയാണ്. അതായത് 8000 കോടിയിലധികം. അപ്പോൾ ഇരിക്കട്ടെ, ഇതൊരു എന്താ പറയുക, ഡെഡ് റിക്കവറി ട്രൈബ്യൂണലിലായിരുന്നു കേസ് നടന്നിരുന്നത് അല്ലേ. അവിടുന്ന് ഉള്ള വിധിയാണ് ഈ 6,203 കോടി രൂപ തിരിച്ചടയ്ക്കണം എന്നുള്ളത്. ഇപ്പം എന്തായാലും ഇതിനെ സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ ഗൗതം പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു. അപ്പോൾ അവർ വളരെ വിശദമായിട്ട് ഈ കണക്കുകളൊക്കെ പറഞ്ഞു. സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. ഇവിടെ എന്നും നിലവിളിക്കുകയാണ്. എന്താ പ്രതിപക്ഷം പറയുന്നത്? ബാങ്കുകളുടെ കടം, പിന്നെ ഒരു വലിയ കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളി, കോർപ്പറേറ്റുകൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ല, വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പുകിലായിരുന്നു, വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്? എൻ്റെ നോട്ടത്തിൽ കൃത്യമായ നടപടി ഇതിനകത്ത് സ്വീകരിച്ചു ഗവൺമെൻറ്. മറ്റ് സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ, എനിക്കൊന്നും നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു നടപടി വരുന്നത് അല്ലേ. പല കോർപ്പറേറ്റുകളും ഭീമമായ തുക അടയ്ക്കാനുണ്ട്. ഇപ്പോഴും കേസും വഴക്കുമായിട്ട് നടക്കുന്നവർ. അവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വിജയ് മല്യയുടെ ഈ കേസും ഇതിന്മേൽ സർക്കാർ സ്വീകരിച്ച നടപടിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം, ഇതേക്കുറിച്ച് വിജയ് മല്യ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? വിജയ് മല്യ പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മദ്യരാജാവും രാജ്യവിരുദ്ധനുമായിട്ടുള്ള വിജയ് മല്യ പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് വലിയ നീതി നിഷേധമാണ്. അതായത് ഇത്ര മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കേണ്ടതുള്ളൂ, അതിൽ കൂടുതൽ എന്തിനു പിടിച്ചു, ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യോ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം എക്സിൽ. അതിനുള്ള മറുപടി പറയാം, അതിനുള്ള മറുപടി നമുക്ക് പറയാം.
അതായത് ഇത്രയും കോടി രൂപ അനധികൃതമായിട്ട് വിജയ് മല്യയിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് ഇപ്പം മല്യയുടെ ആരോപണം. ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കടം വീട്ടാമായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ ഈ രാജ്യത്തെ പറ്റിച്ച് ബാങ്കുകളെ കബളിപ്പിച്ച് പിന്നെ സംവിധാനത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നാട് വിട്ടത്, ഒളിച്ചു കടന്നത്? എന്നിട്ട് ന്യായം പറയുന്നു. ഇപ്പോൾ എന്തൊരു വലിയ തെറ്റാണത് അങ്ങനെ ഒരു ന്യായം പറയുന്നത്. ഇവിടെ നിന്ന് ശരിയാണ്, എനിക്ക് കടമുണ്ട്, ഞാനിത് വീട്ടാം, എനിക്ക് സമയം തരണം. സർക്കാരുമായിട്ട് സംസാരിച്ച് ബാങ്കുമായിട്ട് സംസാരിച്ചത് കേസ് ട്രൈബ്യൂണലിൽ നടക്കുകയല്ലേ. ട്രൈബ്യൂണലിൽ നമുക്ക് പറയാമല്ലോ നമ്മുടെ ഭാഗം. ട്രൈബ്യൂണലൊന്നും ആരെയും പിടിച്ച് ഒരു ദിവസം കൊണ്ടങ്ങ് തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല. ശരി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് മുമ്പും ഇങ്ങനത്തെ പല ആൾക്കാർക്കും ബിസിനസ് നഷ്ടത്തിലായ കോർപ്പറേറ്റുകൾക്ക് സർക്കാർ ഇടപെട്ട് രണ്ടാമത്, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടേ, അവരുടെയൊക്കെ തൊഴിലിനെ ബാധിക്കും. സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് കയറി നടപടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ബാങ്കുകളുമായിട്ട് സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കി ലോൺ പുതുക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. വിജയ് മല്യയുടെ കാര്യത്തിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത്. ഇതൊക്കെ ഈ മല്യ മറച്ചു വെച്ചിട്ടാണ് ഈ എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, സർക്കാരിനെ കുറ്റപ്പെടുത്തി. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി, അതിൽ ഈ 14,131 കോടി രൂപ പിടിച്ചെടുത്തു എന്ന് പറയുന്നല്ലോ. അതായത് ഇവരുടെ വസ്തുക്കളൊക്കെ ജപ്തിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുകയാണ്. ഇത് ഇയാളുടെ കടം പോയിട്ട് ബാക്കി തുക തിരിച്ചു കിട്ടും. ഏത് ജപ്തിയിലും അങ്ങനെയാണല്ലോ. ബാങ്ക് ഇട്ടിരിക്കുന്ന ജപ്തിക്ക് കാരണമായിട്ടൊരു തുകയുണ്ടാവും, തിരിച്ചടവ് മുടങ്ങിയ. അതും അതിൻ്റെ പലിശയൊക്കെ ചേർത്ത് ഒരു തുക നിശ്ചയിച്ച് ആ തുകയിൽ കൂടുതൽ കിട്ടിയാൽ അത് ബാങ്ക് ഈ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. നമ്മളിതൊക്കെ കാണുന്നതല്ലേ, സിനിമകളിൽ പോലും കാണുന്നതല്ലേ. അല്ല, അതായത് ഒരു സംശയം ചോദിക്കുക. അതായത് ഇപ്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കേണ്ടത് ഇത്ര പൈസയാണ്, പക്ഷെ ഇപ്പൊ എടുത്തിരിക്കുന്ന 8,000 കോടിയിലധികമാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. അല്ല, അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പൊതുവേ ഉള്ള നടപടിക്രമങ്ങൾ ഈ പറയുന്നത് പോലെ ജപ്തി ചെയ്ത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ലേലത്തിൽ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം വിൽക്കുന്നത്, വിറ്റ് വസൂലാക്കുകയല്ലേ ചെയ്യുന്നത് ബാങ്ക്. അങ്ങനെ വസൂലാക്കി കഴിയുമ്പോൾ ഇയാൾ അടയ്ക്കാനുള്ള തുക പോയിട്ട് ബാക്കി ഒരു തുകയുണ്ടാവും. ആ തുക എത്രയാണെന്നുള്ളത് നിർണയിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മിക്കവാറും ഈ ആളിന് തന്നെ തിരിച്ചു കൊടുക്കും. സാധാരണ അങ്ങനെയാണ്. ഇപ്പം വിജയ് മല്യക്കെതിരെ കേസുകൾ ഉള്ളതുകൊണ്ട് ഇത് ക്രിമിനൽ കുറ്റമാണ്, നാട് വിട്ടു പൊക്കളഞ്ഞു, ബാങ്കുകളെ കബളിപ്പിച്ചു, ചീറ്റിംഗ് കേസാണ്, വഞ്ചനാ കുറ്റമാണ്. അപ്പോൾ ആ കേസുകൾ നിൽക്കുന്നത് കൊണ്ട് ഇതിൽ എന്തായിരിക്കും നടപടി എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് CRPC ഇപ്പം മാറി, ഭാരതീയ ന്യായ സംഹിതയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് പഴയ കേസായതുകൊണ്ട് CRPC അനുസരിച്ച് ഈ കേസിലൊക്കെ എന്തൊക്കെ ശിക്ഷയാണ്. ഇപ്പോൾ ലണ്ടനിലും അദ്ദേഹത്തിന് ശിക്ഷിച്ചല്ലോ, അദ്ദേഹം കേസിൽ പ്രതിയായിട്ട് അവിടെയും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ ഈ പണം എങ്ങനെയായിരിക്കും തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്മേൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ലളിതമായൊരു ചോദ്യമാണ് ഈ നിമിഷങ്ങളിൽ ഉയരുന്നത്. അതായത് ഇദ്ദേഹത്തിനെ നിലവിൽ UK നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അറസ്റ്റിനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിയമ തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, അവരൊക്കെ നേരിടുന്നത് എന്താണ്? അത് നമുക്ക് അങ്ങനെ ഒരു വിദേശ രാജ്യത്ത് കഴിയുന്ന ഒരാൾ ഒരു കുറ്റവാളിയാണ് എങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റം ചെയ്തിട്ട് ഒളിച്ചു പോയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല. അതിന് നയതന്ത്ര തലത്തിൽ നീങ്ങണം. അതായത് ഇപ്പോൾ നമ്മളറിയാമല്ലോ, ഇന്റർപോൾ എന്ന് പറയുന്നത് ലോക പോലീസാണ്. അവർക്ക് എല്ലാ രാജ്യങ്ങളിലും ചെന്ന് കേസ് അന്വേഷിക്കാനൊക്കെയുള്ള അനുമതികളുണ്ട്. ചില രാജ്യങ്ങളിൽ അവർക്ക് ആ അനുമതി ഇല്ല എന്നും അറിവുണ്ട്. പക്ഷെ എന്തായാലും പൊതുവെ അവരുടെ ഒരു ഇതിനെ എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പോൾ അവരിങ്ങനെ ഈ റെഡ് കോർണർ, ബ്ലൂ കോർണർ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ചെന്ന് ഒരു രാജ്യത്ത് ചെന്ന് നമ്മളെ നേരെ ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് നയതന്ത്ര തലത്തിൽ ബന്ധപ്പെട്ട് അവിടുത്തെ ആഭ്യന്തര വകുപ്പിലേക്ക് ചെന്ന് ആഭ്യന്തര വകുപ്പ് വഴി അവിടുത്തെ പോലീസിനെ ബന്ധപ്പെട്ട് ആ പോലീസ് അവിടുത്തെ പ്രാദേശിക കോടതിയിലും മറ്റും ഇതിൻ്റെ അറിയിപ്പ് കൊടുത്ത്, ഇതാ ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാൾ കുറ്റവാളിയാണ്, തെളിവുകളെല്ലാം ക്ലിയറാണ്, ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ രാജ്യത്തിന് കൈമാറണം എന്ന ആവശ്യം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇത് അറസ്റ്റ് ചെയ്ത് കൈമാറാനുള്ള അനുവാദം നൽകണം. ഇത് ലളിതമായ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, ഇത് കൂടുതൽ സങ്കീർണമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് ഈ ആളിനെ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അവിടുത്തെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അയാളെ ഇന്ത്യൻ പോലീസിന് കൈമാറും. അങ്ങനെയാണ് അയാളെ അവിടുന്ന് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നതിന് പോലും ചില ചിട്ടകളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ഈ അവിടുന്ന് ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെയാണ്, അവിടുത്തെ പോലീസ് ഏതുവരെ നമ്മളെ അനുഗമിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയുണ്ട്. എന്തായാലും അങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ വരാൻ പറ്റുള്ളൂ. വിജയ് മല്യയുടെ കാര്യത്തിൽ വിജയ് മല്യ എന്ത് ചെയ്തു? അയാൾ കൊണ്ടുപോയി ലണ്ടൻ കോടതിയിൽ കേസ് കൊടുത്തു. എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്, എന്നെ വിട്ടുകൊടുക്കരുത്, ഇത് കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞ് അയാൾ കൊണ്ട് കേസ് കൊടുത്തു.
എനിക്ക് സംരക്ഷണം നൽകണം എന്നൊക്കെ പറഞ്ഞ്, കാരണം അയാൾക്ക് അവിടെ വിസ ഉണ്ടായിട്ടാണല്ലോ അയാൾ അവിടെ അങ്ങോട്ടേക്ക് പോയത്. അവിടെ വിസയില്ലാതെ ആ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ. ആ പ്രവേശനാനുമതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കൈവശം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കോടതി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. നമുക്ക് നോട്ടീസ് അയച്ചു. നമ്മുടെ രാജ്യത്തു നിന്ന് നമ്മുടെ നയതന്ത്ര പ്രതിനിധികളും നമ്മുടെ അഭിഭാഷകരും ഒക്കെ അതിലിടപെട്ടു. അതിൻ്റെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൂർത്തിയായാൽ മാത്രമേ വിജയ് മല്യയെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ കോടതിയിൽ വിചാരണ നടത്തി അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് നിർണ്ണയിച്ച് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. നിരപരാധിയാണെങ്കിൽ വെറുതെ വിടും. ഇപ്പോൾ ഇത് ചീറ്റിംഗ് കേസ് നിലനിൽക്കും. ബാക്കിയുള്ള കേസിൽ അദ്ദേഹത്തിന് സമാധാനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും പണമൊക്കെ വസൂലാക്കിയല്ലോ. ബാങ്ക് അവർക്ക് കിട്ടേണ്ടതൊക്കെ തിരിച്ചു പിടിച്ചു. മറ്റു കാര്യങ്ങൾ ഇനി വരട്ടെ, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാലേ അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പെൺസിംഹം നിർമ്മലാ സീതാരാമൻ വളരെ ഭംഗിയായി പാർലമെൻറ്റിൽ അത് വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ കാലത്ത് വായ്പ എടുത്തിട്ട് പിന്നീട് മുങ്ങിയ, BJP ഭരിക്കാൻ തുടങ്ങിയ കാലത്ത് ഈ പിത്തലാട്ടം ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കി ഇവിടുന്ന് മുങ്ങിയ വിജയ് മല്യയിൽ നിന്ന് ബാങ്കുകൾക്ക് നഷ്ടം വരുത്താതെ ഞങ്ങളിതാ ഇത്രയും പിടിച്ചെടുത്തു. ഇപ്പോൾ കടം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളി എന്ന വാദം, ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് യാതൊരു സാധുതയുമില്ല. അത് തെറ്റാണ് എന്ന് നിർമ്മലയുടെ വാക്കുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. അതിനെ ശരിവെക്കുന്നതാണ് വിജയ് മല്യ എക്സിൽ കുറിച്ച വാക്കുകൾ. എന്തായാലും ഇദ്ദേഹം മാത്രമല്ല, ഈ നോം ചോസ്കി, വജ്ര വ്യാപാരിയായിട്ടുള്ള നോം ചോസ്കി, അതോടൊപ്പം തന്നെ നീരവ് മോദി തുടങ്ങിയ ആളുകളും ആ വിദേശത്താണ്. അവരൊക്കെ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. ബാങ്കുകളെ പറ്റിച്ച് വിദേശത്ത് വന്നിരിക്കുകയാണ്. ഇതില് രാജ്യം വിട്ട നീരവ് മോദിയിൽ നിന്ന് ഏകദേശം 1200 കോടി രൂപ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നീരവ് മോദിയിൽ നിന്ന് 13,000 കോടി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വെട്ടിച്ചിട്ട് 13,000 കോടിയാണ് ഇദ്ദേഹം വായ്പ എടുത്തത്. ഇദ്ദേഹത്തിൽ നിന്ന് വലിയൊരു തുക തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതിൽ വിജയിക്കും. ഈ പോക്ക് വ്യക്തമാക്കുന്ന അതാണ്. വിജയ് മല്യക്കെതിരെയുള്ള നടപടികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ഇവരിൽ ആരെയും വെറുതെ വിടില്ല, കിട്ടാനുള്ള നയാ പൈസ പോലും കളയാതെ മോദി സർക്കാർ തിരിച്ചു പിടിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിന് ഇടവരട്ടെ. സർക്കാരുകൾ തുടർച്ചയാണ്. ഇപ്പം മോദി സർക്കാർ പോയി വേറൊരു സർക്കാർ വന്നാൽ ഈ നടപടിക്രമങ്ങൾ തുടർന്നു പോകും. അത് തിരിച്ചു പിടിക്കട്ടെ എന്ന് തന്നെ നമുക്കും ഈ അവസരത്തിൽ പറയാം. എന്തായാലും മധ്യരാജാവും രാജ്യവിരുദ്ധനുമായ വിജയ് മല്യയ്ക്ക് നല്ല കനത്ത രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് സർക്കാർ നൽകി. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.